യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തായിരിക്കും നിന്റെ പുതിയ പേര്? ഗിരിജാദാസൻ. കൊള്ളാം, നല്ല പേര്. ചിരിച്ചോ, വേണ്ടുവോളം ചിരിച്ചോ. ഇനി ചിലപ്പോഴേ ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ? നിക്ക്. ഇറങ്ങിപ്പോയാൽ കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ പദവി ഉൾപ്പെടെ നിനക്ക് നഷ്ടം വരും. അനധികൃതമായി നീ വാങ്ങിച്ചു കൂട്ടിയ സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഞാൻ തിരിച്ചെടുപ്പിക്കും. അക്കാര്യത്തിൽ ഒരു ദയയും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഇല്ല, ഒരു ദയക്കോ കാരുണ്യത്തിനോ ഞാൻ ആരുടെ മുന്നിലും കൈ നീട്ടില്ല. കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള VGC കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണറെ ഈസിയായിട്ട് പിരിച്ചുവിടാനേ ആർക്കും പറ്റില്ല. കണ്ടില്ലേ, പെങ്ങളൊന്ന് വിളിച്ചതേയുള്ളൂ, പ്രാണം കളഞ്ഞു ഓടി വന്നത് കണ്ടോ? ചുമ്മാതാണോ നമ്മളോട് അവര് വെല്ലുവിളിച്ചത്? അവര് വിളിച്ച എല്ലാം കളഞ്ഞിട്ട് ഓടി വന്ന് വാലാട്ടി നിൽക്കുമെന്ന് അവർക്കറിയാം. ഇത്ര അന്തസ്സില്ലാത്തവനായി പോയല്ലോ എന്റെ ഭർത്താവ്. അരമണിക്കൂറിനകം ഇവിടെ എത്തിക്കൊള്ളണമെന്ന്. ചെന്നില്ലെങ്കിൽ എന്താ, തല വെട്ടിക്കളയോ? ഇതെന്താ രാജകൽപ്പനയോ? എന്തിനാ ചേച്ചിയെ പറയുന്നേ? ഒന്ന് ഞൊടിയിട്ട് വിളിച്ച, ശബ്ദം ഒന്ന് ഉയർത്തിയ സാഷ്ടാംഗം കമഴ്ന്ന് വീഴുന്ന ഒരു ആങ്ങള. അങ്ങനെ പെട്ടെന്ന് ചെല്ലണ്ടെന്ന് കരുതി ഒന്ന് തടഞ്ഞു നിർത്തിയപ്പോ എന്നെ തല്ലിട്ട് പോയിരിക്കുന്നു പെങ്ങളെ താങ്ങാൻ. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിട്ട്. അതെ അതെ, ഇന്ന് ചിട്ടിലേലുള്ള ദിവസോ. ചിറ്റാളന്മാരെല്ലാരും വന്നിരിക്കുന്ന സമയത്താ ചേട്ടത്തിയുടെ ഫോൺ വന്നത്. അതും 10 ലക്ഷത്തിന്റെ ചിട്ടി. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വന്നിരിക്കുവാ പെങ്ങളെ കാണാൻ. എന്താ ഇത്ര അത്യാവശ്യമുള്ളത്? ഒന്നും നമ്മളോട് പറയില്ലല്ലോ. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ എന്ന് കരുതി ഒന്ന് പിടിച്ചു നിർത്താൻ, ഒന്ന് താമസിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ. എനിക്കും കിട്ടിയ അടി. എങ്കിലും പറഞ്ഞ സമയം കഴിഞ്ഞ് ഒരു 5 മിനിറ്റെങ്കിലും വൈകിക്കട്ടെ എന്ന് കരുതിയപ്പോ അതൊന്നും നടന്നില്ല. എന്തൊരു പേടിയാ ഏട്ടത്തിയെ. യതിയേട്ടന്റെ സ്വന്തം ഏട്ടനല്ലേ വിശ്വേട്ടൻ? എല്ലാം ഉണ്ടാക്കിയത് വിശ്വേട്ടനാ. ഏട്ടത്തി നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ മുറിക്കകത്തിരുന്ന് കുറ്റം പറയും. തിരുമുമ്പിൽ ചെന്ന മുട്ടടിയും വാട്ടർ സപ്ലൈയോ. യതിയേട്ടനെ മാത്രമല്ല, പവിയേട്ടനെയും എന്തോ കലക്കി കൊടുത്ത് വശീകരിച്ചിരിക്കുക. ഞാൻ എന്തിനാ അടിയും കൊണ്ട് അടിമയെ പോലെ ഇവിടെ വെറുതെ കഴിയുന്നത്? ഞാൻ എന്റെ വീട്ടിൽ പോവുക. അവിടെ ആവുമ്പോ ആരുടെ ആട്ടും തുപ്പും കേട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങള് മാറിയിട്ടൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങളെ അപ്പച്ചിയുടെ മുഖത്ത് നോക്കി തന്നെ പറയണം. ഇപ്പൊ ദർശനയുടെ കൂടെ നിൽക്കുന്നത് എല്ലാ അധികാരവും കമ്പനിയും ഫാക്ടറിയും എല്ലാം കറങ്ങി തിരിഞ്ഞ് ദർശനയുടെ കയ്യിലെത്തുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ. ആര് പറഞ്ഞു മനസ്സോടെയല്ലെന്ന്? ആ ദർശനയ്ക്കെതിരെ കല്യാണത്തിന് മുൻപും ശേഷവും എന്തൊക്കെ ആസൂത്രണങ്ങൾ ചെയ്തു? അതൊക്കെ പൊളിച്ചതേ നിന്റെ അങ്കിള് തന്നെയാ. തലേന്ന് രൂപേഷേട്ടനെ തട്ടിക്കൊണ്ടുപോയതും അതാരാണെന്ന് കണ്ടുപിടിച്ചതും അവന്മാരെയൊക്കെ അടിച്ചിട്ട് രൂപേഷേട്ടനെ തിരിച്ചു കൊണ്ടുവന്നത് ആരാ? ഇപ്പൊ യതിയങ്കിള് തന്നെയാ അവളുടെ വലം കൈ. ഇപ്പോ ആ ദർശനയുടെ ടൈമാ. എതിരെ എന്തൊക്കെ ചെയ്താലും അതൊന്നും ഏക്കുന്നില്ല. സുമംഗലയേട്ടത്തെയും ദർശനയും തമ്മിൽ തെറ്റിക്കണം. അവരൊരുമിച്ച് നിന്നാ കടപൂട്ടി സ്ഥലം വിടേണ്ടി വരും. അവളെ അല്ലെങ്കിൽ സുമംഗലയെ രണ്ടിലൊരാളെ അവസാനിപ്പിച്ചാലേ ആ സംഖ്യം മുറിയും.
ദർശനെ പറ്റി എന്ത് പറഞ്ഞു കൊടുത്താലും ചേച്ചി വിശ്വസിക്കില്ല. അത്രയ്ക്കും കയ്യിലെടുത്ത് കഴിഞ്ഞു അവള്. എങ്ങനെയൊക്കെ അവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതാ. അവര് കൂടുതൽ അടുത്തതേ ഉള്ളൂ. രൂപേഷിന്റെ സ്വത്ത് കണ്ടിട്ടാ അവൾ ഒട്ടി നിൽക്കുന്നതെന്നൊക്കെ ഏത് വഴിക്കൊക്കെ പറഞ്ഞതാ. ഒന്നും ഏശിയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യവുമില്ല. എന്തിനാ കൂടുതൽ പറയുന്നത്? സ്വന്തം ഭർത്താവിനെ പെങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റാത്ത ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാനും അതാ ചിന്തിക്കുന്നത്. ഗിരിജ പറയുന്നത് പവിത്രേട്ടൻ അനുസരിക്കുന്നൊക്കെയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഏട്ടത്തിക്കെതിരെ ചെയ്താ അതിനൊക്കെ അത്യാവശ്യം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്റെ കാര്യം അങ്ങനെയാണോ? ദർശനയ്ക്കെതിരെയോ ഏട്ടത്തിക്കെതിരെയോ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അന്നേരം അടിയാ. നിങ്ങളുടെ കൂടെ ചേർന്ന് അവരെ ദ്രോഹിക്കുന്നു പറഞ്ഞല്ലേ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പെങ്ങളോടുള്ള ഈ കൂറും അനുസരണയും അത് മാറ്റാൻ ഒരു രക്ഷയില്ല. അത് തെറ്റണം, അത് തെറ്റിക്കണം. അതുപോലെ എതിയേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിർത്തണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു പരിപാടിയും ആസൂത്രണം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇതെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും ദർശനയ്ക്ക് എതിര് തന്നെയാ. കൂടെ നിൽക്കുന്നതൊക്കെ അഭിനയമാണെന്നാ എനിക്ക് തോന്നുന്നത്. കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുമെന്ന് ഒരു പേടിയുണ്ട്. അവളുടെ കഴിവിനെയാ എതിയെങ്കിലിന് പേടി. ഇത്രയും കാലം പുറത്ത് നിന്ന് തന്നെ അപ്പച്ചിയെ സപ്പോർട്ട് ചെയ്ത് കുറെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ പുറത്തു കൊണ്ടുവന്നില്ലേ? പുറത്തു നിന്നിരുന്ന ആ ദർശന അല്ല, ഇപ്പോ സ്വന്തം മകന്റെ ഭാര്യയാ. ആ നിലയില് ദർശന കമ്പനിയിലെ ഭരണം എങ്ങാനും ഏറ്റെടുക്കുന്നുള്ള പേടി എതിയെങ്കിലിന് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദർശനയെ പിണക്കാതെ നിർത്തിയിരിക്കുന്നതും. അങ്കിളിന്റെ ആ നിലപാട് ശരി തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. കൂട്ടുകുടുംബമാണെന്നൊക്കെ പറയുമെങ്കിലും ഏത് നിമിഷവും അടിച്ച് പുറത്താക്കണമെന്ന് അപ്പച്ചി വിചാരിച്ചാലേ നമ്മളടക്കം പുറത്തു പോയേണ്ടി വരും. അങ്ങനെ അങ്ങ് പുറത്താക്കാനേ ഇത് പട്ടിയും പൂച്ചയൊന്നും അല്ല. പോകാൻ പറഞ്ഞ ഇറങ്ങി പോകത്തുമില്ല. എടി കൊച്ചുങ്ങളെ, നിങ്ങളിങ്ങനെ തമ്മിൽ തർക്കിച്ചു നിൽക്കാതെ അവരെന്താ സംസാരിക്കുന്നതെന്നും എന്തിനാ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയെന്നൊക്കെ അറിഞ്ഞിട്ട് വാ.